ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഫാബ്രിക് സ്ക്രാപ്സൊക്കെ യൂസ് ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഫാബ്രിക് പ്രോജക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ഫാബ്രിക്കും യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ലൈനിങ്ങിൻ്റെ ബാലൻസ് പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ക്ലോത്ത്സൊക്കെ എടുക്കുമ്പോൾ സ്ലിപ്പറി അല്ലാത്ത ക്ലോത്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ സാറ്റിൻ അതുപോലെ ജോർജറ്റൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ക്ലോത്ത്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതൊരു ലിഡ് വെച്ചിട്ട് ഒരു സർക്കിൾ ഷേപ്പൊക്കെ ഡ്രോ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു ലിഡോ പ്ലേറ്റോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സെയിം തിങ് നമുക്കൊരു സ്ക്വയർ ഷേപ്പിലും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ 2 സർക്കിൾ ഷേപ്പാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ 2 സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. അപ്പോൾ എൻ്റെ അടുത്തൊരാൾ പറഞ്ഞിട്ടുള്ളതാണ്, പഠിക്കാനൊക്കെ ഉണ്ട്, ഒരു എക്സാം ഉണ്ട്, പക്ഷേ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട്, പഠിക്കാനിരിക്കാൻ ഭയങ്കര മടിയാന്നൊക്കെ. അപ്പോൾ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ, പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അറ്റ് എനി കോസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം നമ്മളായിട്ട് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടെത്തുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോസ് ഇടുന്നതും അങ്ങനെയുള്ള പോസിറ്റീവ് സൈഡ് മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ വീഡിയോസിൽ കാണാൻ പറ്റൂ. ബാക്ക് സൈഡിൽ ഞാൻ എത്ര എഫേർട്ട് എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതൊന്നും ഞാൻ ഒരാൾക്ക് നെഗറ്റീവ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഷെയറും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം വന്നപ്പോഴാണ് അപ്പോൾ ഞാനിതൊന്ന് പറയാൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു പെരുന്നാളിൻ്റെ ഈവനിങ് തന്നെ എനിക്ക് ഒട്ടും വയ്യാതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പെരുന്നാളിൻ്റെ ഫോട്ടോസൊന്നും കണ്ടില്ലല്ലോ, സുഖമാണോ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഖം അല്ലെങ്കിലും സുഖമല്ല എന്ന് പറയുന്നൊരു നെഗറ്റീവ് റിപ്ലൈ കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ പലരും മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്യാതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ 2 മെഡിസിൻ കഴിച്ചെടുത്ത് ഇപ്പോൾ ഞാനൊരു 5 മെഡിസിൻസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചധികം എൻ്റെ മെഡിക്കൽ ഇതിലുള്ള വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പെയിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ ഇന്ന് ആഫ്റ്റർനൂൺ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പോലും ഇരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൈയൊന്നും ജോയിൻറ്റ് പെയിൻ്റൊക്കെ കൂടിയിട്ട് അതൊന്നും എനിക്ക് ഫോൺ പിടിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയ പ്രൊജക്റ്റാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഇരുന്നിട്ട് പിന്നെ വന്ന് ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റും. അതിപ്പോൾ വേറൊരാൾ എന്നിട്ട് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അവന് ആ ഒരു മടിയായിട്ട് അവന് പഠിക്കാനിരിക്കാൻ പറ്റാത്തതിൻ്റെ കുറ്റം വേറൊരാളിൽ അതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവർ വന്ന് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണ്ടേ, അപ്പോൾ ഞാൻ ഇരിക്കൂലേ എന്നുള്ളതൊക്കെയാണ്. അതെന്തിന്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് അതിനോടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ ഒരാളും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. നിങ്ങളുടെ ടൈം വേറെ ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല, എല്ലാവർക്കും സെയിം 24 hours തന്നെയാണുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ആ ഒരു എഫേർട്ട് നമ്മളായിട്ട് തന്നെയാണ് ഇടേണ്ടത്, അല്ലാതെ വേറൊരാളും ഇതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചെയ്യാൻ എന്തായാലും പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം കൂടെ പറഞ്ഞു പോവാം. നമ്മളിത് ബേസ് 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒപ്പം കുറച്ച് ഫാബ്രിക്കിൻ്റെ സ്ക്രാപ്പ് പീസും കൂടെ എടുത്തിട്ടുണ്ട്. അത് നീറ്റ്ലി അയണും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ നീറ്റായിട്ട് അയൺ ചെയ്ത ഓരോ പീസും നമ്മൾ ഫെയർ സൈഡ് വെച്ചിട്ട് ജോയിൻ ചെയ്ത് പോകലാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളാണ്, ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ പറയാനുള്ളത്, ഏതൊരു കാര്യവും പോസിറ്റീവ് സൈഡ് എടുക്കുക. നമുക്ക് എന്തിനാ ആ ഒരു നെഗറ്റീവ് സൈഡ് പിടിച്ചിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളെ വേറൊരാൾ വന്ന് പുഷ് ചെയ്യും, വേറൊരാൾ വന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ള മെൻറ്റാലിറ്റി ഒന്നും മാറ്റി വയ്ക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക, അത്രയേ ഉള്ളൂ. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. ഒരുപാട് എക്സ്പെക്റ്റേഷനും അതുപോലെ ഡിപ്പെൻഡൻസിയുമാണ് നമുക്ക് ഒരുപാട് വിഷമങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ചെയ്യാൻ പറ്റുന്ന അത്രയും സ്വയം ചെയ്യാൻ തന്നെ നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പോൾ മടിയായിട്ടിരിക്കുന്നവരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരു ജോബാണെങ്കിൽ അത് നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ടൈം നിങ്ങൾ എന്തായാലും കണ്ടെത്തുന്നതാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വില്ലിങ്നെസ് തന്നെയാണ്, വേറൊരാൾക്കും ഒന്നും ചെയ്യാനില്ല.
അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ ഞാൻ ഓരോ പീസും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫെയർ പീസാണ് ഫസ്റ്റ് ആ ഒരു പിങ്ക് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വെച്ചിട്ടുള്ള ബ്ലൂ ഇതുപോലെ ഓപ്പോസിറ്റ് നമുക്ക് ആ ഒരു ഫെയർ പീസ് ഫെയർ സൈഡ് ജോയിൻ ചെയ്യുന്ന പോലെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. നെക്സ്റ്റ് ഫെയർ പീസ് ജോയിൻ ചെയ്യുന്ന പോലെ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുക. റോങ് സൈഡിൽ സ്റ്റിച്ച് ഇടുക. അതും ഓപ്പൺ ചെയ്തെടുക്കുക. അതാ ഇത് തേർഡ് പീസ് ഈ ഒരു വൈറ്റ് പീസ് കാണിക്കുന്ന പോലെ ഫെയർ പീസ് തമ്മിൽ ഫേസ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കുക. ഒരു നാരോ പീസാണ് കേട്ടോ, നാരോ ലൈന് മാത്രം ലീവ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എഗെയിൻ ആ ഒരു പീസ് നമ്മൾ ടേൺ ചെയ്ത് ഫെയർ സൈഡ് ആക്കുക. പിന്നെയും നെക്സ്റ്റ് പീസ് വെച്ച് കൊടുക്കുക. അങ്ങനെ ഈ ഒരു റൗണ്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നവരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് മടി മാറാനുള്ള ടിപ്സ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളത്. അപ്പം ഇത് കണ്ടപ്പോൾ അവർ വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഇത് തന്നെയാണ് ഫാക്റ്റ്. നമ്മളായിട്ട് തന്നെ ഇൻട്രസ്റ്റ് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വയ്യാണ്ടൊക്കെ ഇരിക്കുന്നവർ കുഞ്ഞു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കയറി കിടക്കും. എന്നിട്ട് എനിക്ക് അങ്ങനെ വയ്യ ഇങ്ങനെ വയ്യ ഫുൾ നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ ബോഡി കേൾക്കുന്നുണ്ട്. നമ്മളെ ബോഡി അതിനനുസരിച്ചിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ബാഡായിട്ട് പറയാണ്ടിരിക്കുക, നമ്മളോട് പോലും ചിന്തിക്കാണ്ട് പോലും ഇരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യം വഷളാവാൻ കാരണം ഞാൻ നോമ്പിൻ്റെ ടൈമിൽ മോൾ എക്സാം ആയിരുന്നു, ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെഡിസിൻ ഞാൻ ആക്ച്വലി മറന്നു പോയിട്ടുണ്ട് കാര്യങ്ങൾ. കുറച്ച് ദിവസം ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഞാനിപ്പോൾ സഫർ ചെയ്യുന്നത്. അപ്പോൾ അതും സഫറിങ് ഒന്നുമല്ല, അത് അതിൻ്റെ വഴിക്ക് പോവും. നമുക്ക് ചെയ്യാനുള്ളത് പറ്റുന്നിടത്തോളം നമ്മൾ അത് ചെയ്യും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കാണ്ടിരിക്കുക. വയ്യാത്തവരാണെങ്കിലും എനിക്ക് വയ്യ എന്നുള്ളൊരു ആ ഒരു ഇത് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഒരാൾ വരും, ആരെങ്കിലും വരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് പറയാനുള്ളത് പഠിച്ചവനോട് പറയാം. അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ വേറെ ഒന്നുമില്ല. ആര് ചോദിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങനെ വയ്യ ഇങ്ങനെ വയ്യ, അതൊന്നും ഒരു ആവശ്യമില്ല. ആരും നിങ്ങളെ അതിനൊന്നും ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ പഠിച്ചവനോട് പറയുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്ററായിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരുപാട് ഫോൺ വിളിച്ചിട്ട് അവിടെ എനിക്ക് വയ്യ, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പല കംപ്ലയിൻറ്റ്സ് അങ്ങനെ പറയുന്നവരാണ് നമ്മളിൽ അധികം. അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ മെഡിസിൻ ഫോളോ ചെയ്യാം കേട്ടോ. അതൊന്നും ഞാൻ എൻ്റെ അത് ശരിയാണെന്ന് പറയുന്നില്ല. മെഡിസിനുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു സ്വിങ് പ്രൊജക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു സ്ക്രാപ്പ് പീസ് ഫുള്ള് റൗണ്ട് കവർ ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറൊരു പീസ് വെച്ചിട്ട് ബാക്ക് സൈഡും കൂടെ കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു പീസ് വെച്ചിട്ട് ഒരു പൈപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൈപ്പിംഗ് ചെയ്യാനായിട്ട് എപ്പോഴും ഒരു ക്രോസ് പീസ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അപ്പോൾ അതാ ഞാനതുപോലെ 2 പീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് കിച്ചണിലൊക്കെ ഹോട്ട് പോട്ടൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന റിങ്ങിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ളത് ഇങ്ങനെയുള്ള ക്ലോത്താണ്. അപ്പോൾ ഇത് നമ്മൾ യൂസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്പേസിൽ ഫോൾഡ് ചെയ്ത് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ സ്ലിപ്പറി അല്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സ്റ്റീലിൻ്റെ റിങ്ങൊക്കെ പെട്ടെന്ന് സ്ലിപ്പാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞു പാത്രങ്ങളിലൊക്കെ ഞാൻ ഹോട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ വയ്ക്കുമ്പോൾ അതിലിങ്ങനെ സ്ലിപ്പായി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ചെറിയൊരു പോട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നല്ല രീതിയിൽ തന്നെ നമുക്കത് വെക്കാനും അതുപോലെ ആ ഒരു സ്ലാബ് കൗണ്ടർ ടോപ്പ് കാര്യങ്ങളൊക്കെ ഹീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്കിതുപോലുള്ള ഗ്ലാസ് ജാർസിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അതും നമുക്കിങ്ങനെ ബേസായിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ യൂസിൽ വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി ഫോൾഡ് ചെയ്തിട്ട് ചെറിയ സ്പേസിൽ നമുക്കിത് സ്റ്റോറും കൂടെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഷേപ്പ് വേണമെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വെറുതെ കളയുന്ന സ്ക്രാപ്പ് പീസ് വെച്ചിട്ട് പിന്നെ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പല സൈസിൽ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുക്കേഴ്സൊക്കെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ വെക്കാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളാണ്. ഇനിയിപ്പോൾ വലിയ ജാർസൊക്കെ ഉണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ വലിയ ജാർസൊക്കെ നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെക്കുന്നുണ്ടെങ്കിൽ അതിലും അതിൻ്റെ ബേസായിട്ടും വെക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാനും അതുപോലെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആഡ് ചെയ്യണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നമ്മുടെ കിച്ചണിന് തന്നെ ഒരു നല്ലൊരു ബ്യൂട്ടിഫിക്കേഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് പോകാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.